ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് 6ാമത്തെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി അത്താഴത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത്താഴത്തിന് എണീറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ അതാ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ ക്ലാസ് പോകുന്നുണ്ടെങ്കിൽ ക്ലാസ് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ റെസ്റ്റ് എടുക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീനു മെയിനായിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. കാരണം ഇന്ന് അവളെ വകയാണ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവൾ പറഞ്ഞത് നമുക്ക് ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ട് ഉമ്മച്ചി ഇളനീരും വേണം. അപ്പോൾ ഞാൻ അത് സ്റ്റൂളൊക്കെ ഇട്ട് കയറി പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വെട്ടി റെഡിയാക്കുക, അതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ പണി. അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ജ്യൂസ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ടൈം തന്നെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസം ഇത് തന്നെ ആക്കാം. അപ്പോൾ ഞാൻ ഇളനീര് വെട്ടിയപ്പം അത് തേങ്ങ ആയിട്ടുമില്ല, എന്നാൽ ഇളനീരിൽ വിടുകയും ചെയ്തിരിക്കണം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ നമ്മളെ തേങ്ങ ഉള്ളത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ പൂണ്ടൊക്കെ എടുത്ത് അവൾക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അവൾ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് വന്ന് നമുക്ക് ഇന്ന് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മയോണൈസ് ആവശ്യമുണ്ട് കേട്ടോ, ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് അവൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മയോണൈസിന് നമ്മൾ കിഴങ്ങ് ആദ്യം പുഴുങ്ങിയെടുക്കുക. ഇത് ഹെൽത്തി മയോണൈസാണ്, കാരണം അതിലേക്ക് അധികം ഓയിലോ പച്ച മുട്ടയോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. പത്തിരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാ പോലെ തന്നെ വാട്ടിയെടുക്കുകയാണ്. നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ടേ മറ്റേ പണി ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കന്ന് രാത്രി വരെ പണി ഉണ്ടാവും. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പാത്രം കഴുകൽ വരെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇടുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കിഴങ്ങ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് കുറച്ചിപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ചൈന ഗ്രാസ് കുറച്ച് മുമ്പ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം കുറച്ച് സാധാ വെള്ളത്തിലായിരുന്നു നമ്മൾ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൈന ഗ്രാസ് അതിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളത് ചൂടോടെ നമ്മൾ ഏത് ബൗളിലാണോ നമ്മളിങ്ങനെ വെക്കുന്നത്, ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്, തണുക്കാൻ വേണ്ടി വെക്കുന്നത് എന്ന് വെച്ചാൽ അതിലേക്കാണ് നമ്മൾ ഇങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേക്കും ഇപ്പുറത്തെ അടുക്കളയിൽ മോള് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതിനുള്ള ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതാ മയോണൈസിന് വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മൂടി സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, അഥവാ വിനാഗിരി. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് പാലാണ് കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂണോളം പാല്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അടിപൊളി മയോണൈസ് തന്നെയാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. മറ്റേത് പച്ച എഗ്ഗും കുറേ ഓയിലും വേണമല്ലോ. അപ്പോൾ അത് കഴിക്കാന്ന് പറയുമ്പോൾ എനിക്ക് മയോണൈസ് എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രയാസവും തോന്നില്ല, നല്ല അടിപൊളി മയോണൈസ് തന്നെയാണ്. അപ്പോൾ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഒക്കെ ഇങ്ങനെ ഒരു ബൗളിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. പിന്നെ അതിങ്ങനെ ആവിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മളെ തേങ്ങ
മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലും പാകത്തിനുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അത് അടിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കുറച്ച് മുമ്പ്. പിന്നെ അതാ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. ഒരു മണിക്കൂറോളം തന്നെ ഇത് ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കസ്കസും നമ്മളെ ഇളനീൻ്റെ കട്ടകളും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു 1-2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യം നേരത്തെ എടുത്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബട്ടർ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 തക്കാളീൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജ്യൂസ് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കെച്ചപ്പാണ്. ഒരു പാക്കറ്റ് ആണെങ്കിൽ 2-3 പാക്കറ്റ് വേണ്ടി വരും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ആയാൽ മതിയാവും കേട്ടോ. കെച്ചപ്പ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്നാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ കെച്ചപ്പ് ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കസൂരി മേത്തിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. നമ്മൾ ശരിക്ക് ഷവർമ്മൻ്റെ ഒക്കെ ഹാറ് അങ്ങനെയുള്ള ഒരു മസാല ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ അതിന് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. 1 കപ്പ് മൈദയിലേക്ക് 1 എഗ്ഗ്, പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ 1 കപ്പ് പാലുമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ദോശയും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫില്ലിങ് നടുക്കന്നെ കുറച്ചിങ്ങനെ വെച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പപ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചീസൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി പപ്സ് രൂപത്തിലാക്കി ഓരോന്നോരോന്നായിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ഓയിലൊന്നും ആവശ്യമില്ല. നമ്മൾ പാനിലേക്ക് ഒരു അതൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനുള്ള ഓയിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. പിന്നെ നമ്മളെ ഓരോ പപ്സും എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗമായതിനു ശേഷം മറ്റേ ഭാഗമായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളെ ജ്യൂസും സ്നാക്കും ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്താഴത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. വത്തക്കാണ് അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. അപ്പോൾ അത് ഞാൻ തന്നെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും അവൾ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാര്യവും ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറയില്ല. നമ്മൾ എന്ത് കാര്യം കുട്ടികൾ ചോദിക്കുമ്പോൾ വേണ്ട നീ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും അത് ചെയ്യൂല കേട്ടോ. അത് കുട്ടികളൊരു തിയറി തന്നെയാണ്. കുട്ടികൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാലും അതിന് അപ്പം സമ്മതിച്ചു കൊടുക്കണം, എന്ത് ജോലിയായാലും. അപ്പോൾ അവരൊന്ന് ചെയ്ത് നോക്കട്ടെ, ശ്രമിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അപ്പോൾ അതാണ് പിന്നെ നമ്മളെ നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് ടേബിളിലേക്ക്. ഇനിയൊരു 10 മിനിറ്റോളം ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ. അപ്പം അതിൻ്റെ മുമ്പായിട്ട് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. ചായ ഒക്കെ ഒഴിച്ച് വെക്കുന്നത് എന്ന് വെച്ചാൽ തണുത്ത ചായ ആണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നത്. പിന്നെ അത് ആ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിക്കുകയാണ് കേട്ടോ. പത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലോഡർ ഫ്രൈസ്. അപ്പോൾ അവള് പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.